നമസ്കാരം. കേരളത്തിലെ മദ്യവർ ആഹ്ലാദത്തിൽ മദ്യശാലകൾ അർദ്ധരാത്രി വരെയും പ്രവർത്തിക്കും. പെട്ടെന്ന് നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത് മദ്യപന്മാരെ ആഹ്ലാദിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഹ്ലാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ നയതന്ത്രം പ്രവർത്തിക്കുന്ന പോലെയാണോ നമുക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ എന്താണ് ഇവിടെ ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, ഒരുപാട് കാലമായി ബാർ ഉടമകളും മദ്യശാല ഉടമസ്ഥരും സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, രാത്രി 10 മുതൽ 12 വരെ സമയം കൂടുതലായിട്ട് അനുവദിച്ചാൽ നമ്മുടെ രാജ്യത്തെ ടൂറിസം വളരും, വികസിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ നമ്മളുടെ മദ്യശാലകൾ, സർക്കാർ മദ്യശാലകൾ, ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ 9 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. 9 മണിക്ക് ഈ സർക്കാരിൻ്റെ വില നിലവാരത്തിൽ കിട്ടുന്ന മദ്യങ്ങൾ അത് കിട്ടുന്നതിൻ്റെ സമയം തീരെയാണ്. 9 മണിക്ക് തീരും. അത് കഴിഞ്ഞിട്ടാണ് മദ്യവർ പലരും ഓടിയെത്തുന്നത്. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള മദ്യം കിട്ടുന്നില്ല. ചിലപ്പോൾ അവിടേക്ക് ബ്ലാക്കിൽ വിൽക്കുന്ന ചില സാധനങ്ങൾ കിട്ടിയേക്കാം, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് അവർ നേരെ ബാറിലേക്ക് പോകുന്നത്. എന്നുവെച്ചാൽ ബാർ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത് 9 മണിക്ക് ശേഷമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, പല ബാറുകളും വൈകുന്നേരം 6-7 മണിക്കൊക്കെ ആയിട്ട് നെപ്പനടിക്കാൻ ആളുകളുടെ ക്യൂ നീ കണ്ടറില്ല എന്നൊക്കെ ചോദിക്കും. ശരിയാണ്, അതുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്. അത് ഒരു നെപ്പനടിച്ചിട്ട് സ്മോളോ ലാർജൊക്കെ അടിച്ചിട്ട് അവരങ്ങ് വീട്ടിലേക്ക് പോകും, അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇരുന്ന് ആസ്വദിച്ച് കുടിക്കുന്നതായിട്ടുള്ള മദ്യാസ്വാദകരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്കാണ് ഈ 9 മണിക്ക് ശേഷം മദ്യം കിട്ടാതെ വരികയും അവർ ബാറിലേക്ക് പോവുകയും അവരവിടെ ഒരുപാട് നേരം ഇരിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ 10 മണിയാകുമ്പോൾ ബാറടച്ച് പോകേണ്ടി വരും. ഇത് മാറ്റി കിട്ടണം എന്ന് ഇവർ കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ അത് പരിശോധിക്കുകയും മാറ്റാമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുകയും ഈ വർഷം ആരംഭത്തിൽ, അതായത് പുതുവർഷ പുലരി എത്തുന്നതിന് മുമ്പുള്ള തലേരാത്രി എന്ന് പറയുന്നത് 10 മുതൽ 12 വരെ അനുവദിച്ചു കൊടുത്തിരുന്നു. വിദേശത്തൊക്കെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കൂടി എന്ത് ചെയ്യും എന്ന് പരിശോധിക്കാനായിട്ട് അത് മാറ്റിക്കൊടുത്തു. അപ്പോഴാണ് മനസ്സിലായത് ഈ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തുള്ള കച്ചവടത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നുള്ളത്. അതോടുകൂടി മദ്യമുതലാളിമാർ ഇത് എങ്ങനെയായാലും നിറവേറ്റണം എന്ന് പറയുന്ന ഒരാഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവരെ സർക്കാരിനെ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാർ പെട്ടെന്ന് തീരുമാനമെടുത്തു, ഇലക്ഷന് മുമ്പ് തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഇലക്ഷന് മുമ്പ് തീരുമാനമെടുക്കുമ്പോഴാണ് അതിൽ അഴിമതി മണക്കുന്നത്. കാരണം സർക്കാരിനെ സഹായിക്കാനായിട്ട് മദ്യലോബി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. മദ്യലോബിയുടെ ആവശ്യവും അവരുടെ ആഗ്രഹവും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. രാത്രി 10 മുതൽ 12 വരെ അവർക്ക് പ്രവർത്തനാനുമതി നൽകുന്ന തരത്തിലേക്ക് പുതിയ ഭേദഗതി വന്നിരിക്കുന്നു. അവർ വളരെ ആഹ്ലാദത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, താൽക്കാലികമായിട്ട് നമുക്ക് പറയാം ഇതിൽ അഴിമതിയുണ്ട്. സർക്കാർ തീർച്ചയായിട്ടും സർക്കാരിനെ സഹായിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ സഹായിക്കുകയും ചെയ്യും. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിക്കുന്ന ഒരു സാധാരണ ലളിത അഴിമതി വേണമെങ്കിൽ എന്ന് പറയാവുന്നൊരു കാര്യമാണ്. അതെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സ്ഥലത്തും പോയി കാശ് വാങ്ങിച്ച് കൂട്ടുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത്. അത് അധികാരത്തിലിരിക്കുന്നവർക്ക് കൂടുതൽ കിട്ടും, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അതിനനുസരിച്ച് കുറയും, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും പണം കിട്ടും. അപ്പോൾ അങ്ങനെ പണം ശേഖരിച്ചിരിക്കുന്നതാണത് എന്നതാണ് എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ സഭ ആണ് പറയുന്നത്. ഇതൊരു എലക്ഷൻ ഡീലാണ് എന്ന് പ്രഖ്യാപിച്ച ക്രൈസ്തവ സഭയാണ്. അവർ പറഞ്ഞു സമ്മതിക്കില്ല, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമയവർദ്ധന അംഗീകരിക്കാനായിട്ട് പറ്റില്ല. മനുഷ്യനെ കുടിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് മാത്രമാണ് സർക്കാരിനുള്ളത്. സർക്കാർ പറയുമ്പോഴൊക്കെ വിശാലമായിട്ട് പറയുന്നത് എന്താണ്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിനെതിരെ ബോധവൽക്കരണമാണ് ആവശ്യം. അങ്ങനെ ബോധവൽക്കരണം നടത്തി മദ്യപാനം കുറക്കണം എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്നൊക്കെ സർക്കാർ പറയും. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ആളുകളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരു ബിസിനസ് കൂടിയായിട്ട് മദ്യ കച്ചവടം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. സർക്കാരിൻ്റെ ഖജനാവ് നിറക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സ് മദ്യ കച്ചവടമാണ്. രണ്ടാമത്തെ ലോട്ടറിയാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന പണമായിട്ട് മാറുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതല്ല. പക്ഷേ ഇന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ആവശ്യമാണ്. നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോയി കേരളത്തിലെ ഈ മദ്യപന്മാർക്കെതിരെ നിലപാടെടുത്ത 2 ഘട്ടങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഒന്ന്, കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്നതാണ്. ചാരായ നിരോധനം കൊണ്ടുവന്നത് അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന AK ആൻ്റണിയാണ്. ചാരായം നിരോധിച്ചപ്പോൾ സംഭവിച്ചെന്ന പ്രശ്നം എന്താണ്? തുച്ഛമായിട്ടുള്ള വിലക്ക് കിട്ടിയിരിക്കുന്ന മദ്യം അതവർക്ക് കിട്ടാതെ
സാധാരണക്കാരാണ് പ്രശ്നത്തിലായത്. രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ വിഷയം ഇത് നിഷേധിക്കപ്പെട്ട സമയത്ത് അവർ വ്യാജ വാറ്റിലേക്ക് പോവുകയും വ്യാജ വാറ്റ് കുടിക്കുന്ന അല്ലെങ്കിൽ വ്യാജ മദ്യം കഴിക്കുന്ന ആളുകളായി മാറിത്തീരുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഫലമായിട്ടുള്ള വലിയ ദുരന്തം നമുക്ക് വൈപ്പിലുണ്ടായത് നമുക്കറിയാവുന്നതാണ്. മെത്തനോൾ ചേർത്ത, അതായത് മീഥൈൽ ആൽക്കഹോൾ ചേർത്ത സാധനം കഴിച്ച് ഒരുപാട് ആളുകൾ കണ്ണ് നഷ്ടപ്പെട്ട് കുറേ ആളുകൾ മരിച്ചുമൊക്കെ പോയാണ്. വ്യാജമദ്യത്തിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന ഒരു ദുരന്തമാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് ഈ ചാരായ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് അവർ കുഴപ്പത്തിലായി തീർന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രശ്നം. ഈ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിച്ചു? തിരഞ്ഞെടുപ്പിൽ AK ആൻ്റണിയുടെ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? വലിയ വലിയ ബാറുകളെ നിയന്ത്രിച്ചു, എണ്ണം കുറച്ചു. അല്ലെങ്കിൽ എണ്ണം കൂട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് കൂട്ടിക്കൊടുത്തില്ല. അതാണ് പ്രശ്നം. ആ സമയത്ത് സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പ് ദുരന്തം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയും താഴെ. AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഭരണത്തിൽ നിന്ന് ഇറക്കി വിട്ട രണ്ട് സംഭവങ്ങളാണത്. ഒന്ന് ചാരായം നിരോധിച്ച്, മറ്റൊന്ന് ബാറുകളുടെ എണ്ണം കുറച്ചത്. ഇതുകൊണ്ട് മാത്രമാണ് അവർ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരവില്ല. പക്ഷേ അതിലൊരു കാരണം ഇതുകൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ മദ്യപരെയും അതേപോലെ തന്നെ അവർക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ബിസിനസ് ലോബികളെയുമൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം എടുത്തിരിക്കുന്നത്? പരീക്ഷണം നടന്നത് പുതുവർഷപ്പുലരിയിലായിരുന്നു. പക്ഷേ മനസ്സിലെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആൾ കുറച്ച് കൂടുതലായിട്ട് കുടിക്കുന്നതൊക്കെ ബാറുകളിൽ നിന്നായിരിക്കുകയും അതുകൊണ്ട് ബാർ ഉടമകളുടെ പണപ്പെട്ടിയിൽ പണം വീഴുകയും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു ഡീലായിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മദ്യപന്മാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പരസ്യമൊക്കെ വലിയ കാര്യമായിട്ടുണ്ട്. മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതി വെച്ചതിൻ്റെ പേരിലൊന്നും സമൂഹത്തെ ബാലൻസ്ഡായിട്ടുള്ള നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. മദ്യപാനം സമ്പൂർണ്ണമായിട്ട് നിരോധിക്കുന്നതല്ല ശരി. ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യത്തിനനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും മാത്രം കഴിക്കുന്ന തരത്തിലേക്ക് അവനെ ക്രമീകരിച്ച് കൊണ്ടുവരിക, അതിനനുസരിച്ച് ബോധവൽക്കരണം നടത്തുക. ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാൽ മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള തൊഴിലെടുക്കുന്നതായിട്ടുള്ള തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ജീവനെയും അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയുമൊക്കെ നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് സർക്കാരിൻ്റെ സാമൂഹ്യ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും നമ്മുടെ സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിൽ വന്നിട്ടില്ല എന്നുള്ളതിന് നമുക്കറിയാവുന്നതാണ്. ആരാണ് മദ്യപിക്കുന്നത്? ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നവരാണ് തൊഴിലാളികളാണ്. അവർ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അധ്വാന ഭാരത്തിൻ്റെ ഫലമായിട്ട് പീഡിതരായിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ട് അവർ പോയിട്ട് മദ്യപിക്കുന്നു. സാധാരണ ബാറുകളിലൊക്കെ നമ്മൾ കാണുന്ന ക്യൂ, വൈകുന്നേരം കാണുന്ന ക്യൂ എന്ന് പറഞ്ഞാൽ നിപ്പിനടിക്കാനുള്ള ക്യൂ ആണ്. അത് തന്നെ ബീവറേജസ് കോർപ്പറേഷനിലും കാണും. ഒരേ പൈൻറ്റ് വാങ്ങിച്ചവർ പോയി ഈ സാധനം പല സ്ഥലത്തിരുന്ന് ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഷെയറിട്ട് കുടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ തകർക്കുന്ന വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രത്യാഘാതമാണ് എന്ന് മനസ്സിലാക്കി അതിന് എതിരെ ബോധവൽക്കരണം നടത്തുകയും സമൂഹത്തിൻ്റെ ജീവിത പ്രക്രിയ മാറ്റുകയും ചെയ്യുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ നമുക്കിതുവരെ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. നമുക്ക് കൊളോണിയൽ ഭരണം നിലനിന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആൾക്കാലത്ത് മുഴുവനും ആളുകൾ ബീഡി വലിച്ചിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സിഗാർ വലിച്ചിരുന്നവരാണ്. അതിന് പകരമായിട്ട് കമ്പനി നിർമ്മിക്കുന്ന സിഗരറ്റ് കൊണ്ടുവരികയും ഇന്ത്യക്കാരെ മുഴുവൻ സിഗരറ്റ് വലിക്കാരാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു സാമൂഹ്യ സംവിധാനത്തിന്, സർക്കാർ സംവിധാനത്തിന് ആളുകളെ മദ്യപന്മാരാക്കുകയും അതേപോലെ തന്നെ നിയന്ത്രിതമായി ബാലൻസ്ഡായിട്ടുള്ള മദ്യപന്മാരാക്കുകയും ചെയ്യുന്ന പ്രക്രിയയിലേക്ക് പോകാം. ഇത് ഗൗരവപൂരം നമ്മുടെ സമൂഹം ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്.